നാഗ്പൂരിൽ കലാപത്തിന് ശ്രമിച്ച തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ കടുത്ത നടപടിയുമായി സംസ്ഥാന സർക്കാർ. സംഘർഷത്തിൽ 65 അക്രമികളെ അറസ്റ്റ് ചെയ്തു. നഗരത്തിൽ കർഫ്യൂ പ്രഖ്യാപിച്ച് കനത്ത സുരക്ഷ തുടരുകയാണ്. സംഘർഷം ആസൂത്രിതമാണെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു. ജിഷ്ണു ചേരുന്ന വിവരങ്ങളുമായി. ജിഷ്ണു, വിവരങ്ങൾ എന്താണ്? ബന്ധപ്പെട്ട് കടുത്ത നടപടിയിലേക്കാണ് സംസ്ഥാന സർക്കാരും പോലീസും സുരക്ഷാ ഏജൻസികളും കടന്നിട്ടുള്ളത്. നാഗ്പൂരിൽ ഉണ്ടായിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ സ്വാഭാവികമായോ പെട്ടെന്നുണ്ടായിട്ടുള്ള പ്രശ്നത്തിലുണ്ടായിട്ടുള്ള സംഘർഷമല്ലാതെ തികച്ചും ആസൂത്രിതമായ സംഘർഷമാണ് നാഗ്പൂരിൽ നടന്നത് എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഒപ്പം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും അത് തന്നെയാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് കർശനമായ നടപടി അക്രമകാരികൾക്കെതിരെ ഉണ്ടാകും എന്നുള്ള കാര്യം ഇതിനോടകം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 65 അക്രമികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നിരവധി പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ്. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നാഗ്പൂർ നഗരത്തിൽ കർഫ്യൂ പ്രഖ്യാപിച്ചുകൊണ്ട് കനത്ത സുരക്ഷാ വലയത്തിലാണ് ഇപ്പോൾ നാഗ്പൂർ നഗരമുള്ളത്. നിരവധി മേഖലകൾ, അതായത് കോട്ട്വാലി, ഗണേഷ്പേട്ട്, കൂടാതെ ലക്തഗഞ്ച്, പച്പോളി, ശാന്തിനഗർ, സക്കർധാര, സന്തൻവാൻ തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ് ഇപ്പോൾ കർഫ്യൂ പ്രഖ്യാപിച്ചുകൊണ്ട് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുള്ളത്. യാതൊരു തരത്തിലും തുടർ സംഘർഷമോ അതൊരു വലിയ കലാപത്തിലേക്കോ പോകാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ സുരക്ഷാ ഏജൻസികളും പോലീസും സ്വീകരിച്ചിട്ടുണ്ട്. 17-ാം തീയതി രാത്രിയായിരുന്നു ഇത്തരത്തിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നാഗ്പൂർ നഗരത്തിൽ വലിയ സംഘർഷം, ഒരു കലാപത്തിന് സമാനമായ സംഘർഷത്തിലേക്ക് നഗരത്തെ കൊണ്ടുചെന്നെത്തിച്ചത്. അവിടെ ഔറംഗസേബിൻ്റെ ശവകുടീരം പൊടിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഗൾ ചക്രവർത്തിയും ഒപ്പം ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് മേൽ ഇത്രമേൽ ക്ഷതമേൽപ്പിച്ച മുഗൾ ചക്രവർത്തിയുടെ ശവകുടീരം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ബജ്രംഗ് ദളും VHPയും ഉൾപ്പെടെയുള്ള ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ അവിടെ പ്രതിഷേധം നടത്തിയിരുന്നു. എന്നാൽ ആ പ്രതിഷേധത്തിൽ ഖുർആൻ കത്തിച്ചു എന്ന വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ടാണ് ഒരു വലിയ കലാപത്തിന് ഇസ്ലാമിസ്റ്റുകൾ അവിടെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അവിടെ ശ്രമിച്ചത്. ഇത്തരത്തിൽ ഹിന്ദു സംഘടനകളുടെ പ്രതിഷേധത്തിൽ ഖുർആൻ കത്തിച്ചു, അതിനെതിരെ പ്രതികരിക്കണമെന്ന് ആഹ്വാനം നടത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള കലാപം നാഗ്പൂരിലുണ്ടാക്കി. നിരവധി വാഹനങ്ങൾ തീവെച്ച് നശിപ്പിച്ചു, കടകൾ അടിച്ചു തകർക്കൂ, വീടുകൾക്ക് നേരെയും അക്രമമുണ്ടായി. 15 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അത്തരത്തിൽ വലിയ സംഘർഷം അവിടെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അഴിച്ചുവിട്ടു. പോലീസ് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആ സംഘർഷം അയവ് വരുത്തുകയും കർഫ്യൂ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുകയും ചെയ്തത്. നിലവിൽ മേഖല ശാന്തമാണ്. യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളില്ല എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. തുടർ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതൊരു വലിയ കലാപത്തിലേക്ക് വഴിമാറാതിരിക്കാനുള്ള എല്ലാ പ്രതിരോധ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം കഴിഞ്ഞ ദിവസം നിയമസഭയിലും അല്ലാതെയും നടത്തിയിട്ടുള്ള പ്രതികരണത്തിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് സമാധാനം തകർക്കാൻ ഒരാളെയും അനുവദിക്കില്ല. ഈ സംഘർഷത്തിന് കാരണമായവർക്കെതിരെ ശക്തമായ മാതൃകാപരമായ നടപടി ഉണ്ടാകും. ആസൂത്രിത അക്രമമാണ് നാഗ്പൂരിൽ നടന്നത് എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. നാഗ്പൂരിൽ ഈ മാസം അവസാനം പ്രധാനമന്ത്രി സന്ദർശനം നടത്തുമെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അതിന് പിറകെ കൂടിയാണ് ഇത്തരത്തിൽ നാഗ്പൂരിൽ RSSന്റെ ആസ്ഥാനം നിലകൊള്ളുന്ന നാഗ്പൂരിൽ ഇത്തരത്തിലൊരു വലിയ സംഘർഷം ഉണ്ടാക്കാനുള്ള ആസൂത്രണവും സംഘർഷവും ഇത്തരത്തിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നടത്തിയത്. വീണ. ഓക്കെ, ശരി ജിഷ്ണു.